പാലങ്ങളെയും പവർ പ്ലാന്റുകളെയും എണ്ണ സൗകര്യങ്ങളെയും തകർക്കുമെന്ന ഭീഷണികൾ ഒരു വശത്തുയരുമ്പോൾ ഇറാനിൽ ഉയരുന്നത് മറ്റൊരു സന്ദേശമാണ്. ഞങ്ങൾ വഴങ്ങുകയില്ല, ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ് എന്നാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾ കടക്കുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്ക് മുന്നിൽ ഇറാൻ തൻ്റെ നിലപാട് കൂടുതൽ ശക്തമായി ആവർത്തിക്കുകയാണ്. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിയെയല്ല, ഉപരോധങ്ങളും ആക്രമണങ്ങളും നേരിട്ടിട്ടും അത് എത്രത്തോളം ഉറച്ചു നിൽക്കും എന്നതാണ്. രാജ്യത്തിൻ്റെ സന്നദ്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യവും അടിവരയിടുന്ന ഒരു സംയുക്ത സന്ദേശമാണ് ഇസ്ലാമിക് റവല്യൂഷൻസ് ഗാർഡ് കോർപ്സ് കമാൻഡർമാർ പുറത്തുവിട്ടത്. വിരലുകൾ ട്രിഗറിലാണ്, ഞങ്ങളുടെ പിന്തുണ തെരുവുകളുടെ ഐക്യവും ഉദ്യോഗസ്ഥരുടെ ഐക്യവുമാണ് എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. സൈനിക മുന്നറിയിപ്പിനൊപ്പം ദേശീയ ഐക്യത്തെയും ജനപിന്തുണയെയും ഒരേ സമയം ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച സന്ദേശമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ ദുർബലമായ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഇറാൻ തൻ്റെ നിബന്ധനകൾ അംഗീകരിക്കാത്ത പക്ഷം ഇറാനിയൻ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കാമെന്ന തരത്തിലുള്ള അമേരിക്കൻ മുന്നറിയിപ്പുകൾക്കാണ് ഏറ്റവും വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇതിനു പിന്നാലെയാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് കമാൻഡർമാരും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. രാജ്യത്തിൻ്റെ സുരക്ഷയും പരമാധികാരവും ഭീഷണിയിലാക്കുന്ന ഏത് നീക്കത്തിനും മറുപടി നൽകാൻ സന്നദ്ധമാണെന്നും ലക്ഷ്യങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അവർ വ്യക്തമാക്കി. ഇറാൻ്റെ എണ്ണ മേഖലയെ ലക്ഷ്യമാക്കുന്ന ഏത് നീക്കവും അതേ മേഖലയിലുള്ള ആക്രമണകാരികളുടെ താൽപ്പര്യങ്ങൾക്കും തിരിച്ചടിയാകാമെന്നതാണ് ഈ മുന്നറിയിപ്പിൻ്റെ ഉള്ളടക്കം. അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ അവലംബിച്ച പ്രമേയം ഏകപക്ഷീയവും അസന്തുലിതവുമാണെന്നാണ് ഇറാൻ്റെ വിലയിരുത്തൽ. തൻ്റെ നടപടികളെല്ലാം ഐക്യരാഷ്ട്ര ചാർട്ടറിലെ സ്വയം പ്രതിരോധാവകാശത്തിൻ്റെ പരിധിയിലുള്ളതാണെന്നാണ് ഇറാൻ്റെ പ്രതികരണം. വിദേശ സൈനിക ശക്തികൾക്ക് സ്വന്തം പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഇത്തരം സൈനിക നടപടികൾക്ക് സഹായം നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഫെബ്രുവരി അവസാനത്തോടെ തുടങ്ങിയ സൈനിക സംഘർഷം മേഖലയെ ആകെ നടുക്കിയിരുന്നു. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും കമാൻഡർമാരെയും ലക്ഷ്യമാക്കിയ വ്യോമാക്രമണത്തിന് പിന്നിലെ സ്ഥിതിഗതികൾ വളരെ വേഗത്തിൽ വഷളായി. ഇതോടെ പശ്ചിമേഷ്യ മുഴുവൻ വലിയ യുദ്ധത്തിൻ്റെ വക്കിലെത്തി. പിന്നീട് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അത് സ്ഥിരപരിഹാരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ചർച്ചകൾ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളാണെന്നാണ് ഇറാൻ്റെ വാദം. ഉപരോധം തുടർന്നുകൊണ്ട് നാവിക നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ട് സൈനിക ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥ നയതന്ത്രം സാധ്യമല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ചർച്ചകളാണ് പരിഹാരത്തിലേക്കുള്ള ഏക മാർഗം. സമ്മർദ്ദവും ഭീഷണിയും ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തെ വഴിതെറ്റാനുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ പലതവണ പരാജയപ്പെട്ടതുപോലെ ഇവിടെയും അതേ ഫലമായിരിക്കുമെന്നാണ് ഇറാൻ്റെ ആത്മവിശ്വാസം. പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം ഇറാനല്ല എന്ന വാദവും ഇറാൻ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. ഇനി ചർച്ചകളില്ല, വെറും കണക്ക് തീർപ്പുകൾ മാത്രം. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാമെന്നും ഭീഷണികൾ കൊണ്ട് മുട്ടുകുത്തിക്കാമെന്നും കരുതിയവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു പുതിയ ഇറാൻ്റെ ഉദയമാണ് നാം കാണുന്നത്. ഇത് വെറുമൊരു പ്രതിരോധത്തിൻ്റെ കഥയല്ല, മറിച്ച് കടന്നാക്രമിക്കുന്നവന് അവൻ്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്ന വീര്യത്തിൻ്റെ കഥയാണ്. നിങ്ങളൊരു പ്രഹരം നൽകിയാൽ 10 പ്രഹരങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക എന്ന IRGC കമാൻഡർമാരുടെ വാക്കുകൾക്ക് വെടികുണ്ടകളേക്കാൾ പ്രഹരശേഷിയുണ്ട്. അമേരിക്കയുടെ ഓരോ നീക്കത്തിനും ഇറാൻ കരുതി വച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ്.